ഫിഷ് മന്തി. നമ്മൾ ചിക്കനിലും മട്ടനിലൊക്കെ നല്ല സൂപ്പർ മന്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നല്ല കോഴിക്കോടൻ ഹമൂറിലാണ് നമ്മൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മൾ അധികം പൈപ്പിൽ നമുക്ക് നേരെ ക്ലീൻ ചെയ്തെടുത്ത് നല്ല സൂപ്പർ മന്തി ഉണ്ടാക്കി എടുക്കാം. മതില്ലേ? നമ്മൾ അടുപ്പ് വെച്ചുവിടാം. പിടിക്കല്ലേ? നമുക്ക് മീനിനുള്ള മസാല റെഡിയാക്കി എടുക്കാം. കുറച്ച് കാശ്മീരി ചില്ലി, ഒരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഒരല്പം ഫിഷ് മസാല മീനായതുകൊണ്ട്, കുറച്ച് ചാറ്റ് മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവും, പാകത്തിന് ഉപ്പ്. ഇത് നന്നായി മിക്സ് ചെയ്തിടാം. ഇത് നമ്മൾ ഡ്രൈ മസാലയാണ് ഉപയോഗിക്കുക. അങ്ങനെ നമ്മുടെ മസാല റെഡിയായിട്ടുണ്ട്. അടിപൊളി. നമുക്ക് നമ്മുടെ മസാല തേച്ച് കൊടുക്കാം മീനല്ലേ. ഉള്ളിലൊക്കെ ഇടും എല്ലാം ഇടും. തലയൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ. മസാല ചെയ്ത് അടുത്തേക്ക് കുറച്ച് ഉള്ളി സാധനങ്ങളൊക്കെ ഇട്ട് വെക്കലേ. 2-3 പച്ചമുളക്, ഒരു 3-4 ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില, ഇപ്പോഴല്ലേ കളറായ സാധനം. കുറച്ച് നാരങ്ങ കൊടുത്തിട്ട് നോക്കാം അല്ലേ. അപ്പോൾ നല്ല പുളിപ്പുണ്ടാവും. ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. ചോറ് കുറച്ച് ഓയിൽ വെച്ചു, കുറച്ച് പച്ചമുളക് അരച്ചു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അരിയുണ്ട്, കുറച്ച് പട്ട, കുരുമുളക്, ഏലക്കായ, കേരട്ട്, തിളക്കട്ടെ. അരി ഇട്ട് കൊടുക്കല്ലേ.
നമുക്ക് കുറച്ച് സാഹചര്യം ഇട്ട് കൊടുക്കല്ലേ. ഒരല്പം പെരുംജീരകം. ഓ അടിപൊളിയായിട്ടാ കല്ല്. കുറച്ച് കാമ്പ് ഇട്ട് കൊടുക്കല്ലേ. മതി മതി. ഈ വെള്ളം നമുക്ക് മന്തിയാവും. സെൻറ്റർ വയ്ക്ക്. മീനും കൂടി ഇറക്കാനാ. കറക്റ്റാണിത്. അവിടെ ഒരു 1-2 മണിക്കൂർ അങ്ങനെ സ്റ്റീമിലിരിക്കണം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കട്ടെ. നല്ല സ്റ്റീമുണ്ടല്ലേ. ഇവിടെ എന്താ റൈസിലെ എന്തായിരുന്നു ആകാംക്ഷ നമുക്ക് തുറന്നു നോക്കണേ. വാവ് അടിപൊളിതാ. അമൂറൊക്കെ വെന്ത് ഉടഞ്ഞു. ആഹാ മോനെ ശരിക്കും വെന്തില്ലേ ഉടഞ്ഞു പോയി. പാലൊക്കെ മുറിഞ്ഞു പോയിട്ടാ. ഓക്കെ ചൂടില്ലേ. നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോകണം. നമുക്ക് കുറച്ച് സ്ഥലത്ത് ഒഴിക്കല്ലേ. റെഡി. ടേസ്റ്റ് ആദ്യം വെറും ചോറ് കഴിക്കണം. ഉടനെ തീർച്ച മോനെ അടിപൊളി അല്ലേ. ചോറ് നല്ല പൂ പോലെ ഇട്ടിട്ടാ. അപ്പം ഞാൻ രതീശടുത്ത് ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹമൂറ് തല എനിക്കാണെന്നുള്ളത് കേട്ടാ. നീ നോക്കില്ല ഇത് ശരിക്കേ മസാല ഒന്നും വേണ്ട കേട്ടാ. വെറുതെ അല്ല ഹമൂറ് മീറ്റ് ഭയങ്കര ടേസ്റ്റുവാ. അതിർക്ക് സ്ഥലത്ത് പുതിയ ചട്നി. അടിപൊളി സംഭവം. റൈസ് ടേസ്റ്റ് ഇല്ലേ രതീഷേ? ജിത്തു അങ്ങനെയുണ്ട് ശരിക്കാ. നല്ല ടേസ്റ്റ് ഉണ്ട്. അരിപ്പൊളിയില്ലേ. നമ്മളിതിൻ്റെ ഉള്ളിൽ കുറേ സാധനം വെച്ചിട്ടുണ്ടായി രതീഷേ. അതെന്തായിരുന്നു? ഓ കോട്ടങ്ങല്ലേ. കേരട്ട് ഉള്ളിലേക്ക് എന്താ ടേസ്റ്റ് നോക്കണം. മീനിൻ്റെ വേവൊന്നും പറയാനില്ല കേട്ടോ.
ഈ മുള്ളിനകത്തൊരു സാധനമുണ്ട്, മജ്ജ. അപ്പോൾ സംഭവം നമ്മുടേത് ഇനി 15 രൂപയിലാണ് 2 മീനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ഓർപ്പണയിൽ കൊണ്ട് കൊടുക്കാം അല്ലേ? അവരും ഭക്ഷണം കഴിക്കട്ടെ കേട്ടാ. ഹമൂർ മന്തി എന്നാണ് ഇവർ അറിയട്ടെ. അപ്പോൾ അധികം ബൈക്കില്ല, നമുക്ക് നേരെ ഓർപ്പണയിൽ പോവാം. സാധനം തരാനുള്ളത് കേട്ടാ, നല്ല ക്വാളിറ്റി മീനാ. താങ്ക് യു. താങ്ക് യു. ഇവർ തന്നെ സ്വന്തം കൈപ്പണിയിൽ വരച്ച സാധനങ്ങളാണ്ട. വെൽക്കം ടു പോളി കാണണ്ട. അടിപൊളി. ഇവർ തന്നെ വരച്ചെടുക്കണം. അവൻ തന്നെ വരച്ചോ? ആണോ? അതാ ഇയാളെ തന്നെ വരച്ചാ കേട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് ഭക്ഷണം കൊടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും വരുന്ന ഓർഫനേജിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പോളി ഗാർഡൻ എന്നാണ് ഈ ഓർഫനേജിൻ്റെ പേര്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു നമ്പർ കൊടുക്കാം. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ ഭക്ഷണം നിങ്ങൾക്ക് ഇവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് അവർ കോൺടാക്ട് ചെയ്ത് എന്താ വേണ്ടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം.